കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മുഴുവനും മഹത്വവും അർപ്പിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവവചനത്തിൽ കൂടെയുള്ള ദൈവിക ദൂതുകൾ കേൾക്കാൻ, നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേൾക്കാൻ, ദൈവശബ്ദത്തിൻ്റെ മറവിൽ സന്തോഷിപ്പാൻ, ആനന്ദിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഓരോ ദിവസവും ദൈവം നടത്തുന്നു, ദൈവം നമ്മെ പരിപാലിക്കുന്നു. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ പരിപാലിക്കുന്ന പോലെ അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ പരിപാലിക്കുകയും നമ്മെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ വിലപ്പെട്ട സ്നേഹത്തിന് 1000 നന്ദി ഇന്ന് രാവിലെ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 47-ാമത്തെ വാക്യം വായിക്കാം. വാക്യം ഇങ്ങനെയാണ്: നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഏതാണ്ട് 3.5 വർഷം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു. ആ ശുശ്രൂഷ കാലയളവിൽ അനേക വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കി, അനേകരെ ദൈവം വിടുവിച്ചു. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഈ ഭൂമിയിൽ കർത്താവ് ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലാതെ ഒട്ടനവധി കാര്യങ്ങൾ യേശു അപ്പച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ യേശു ചെയ്ത നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതിൽ വിരളമായ ചില കാര്യങ്ങൾ മാത്രമേ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇവിടെ ഇതേപോണക്കൊരു ശുശ്രൂഷ ചെയ്യുന്ന, യേശുവിൻ്റെ കയ്യിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. യേശു യെരിഹോവിലെത്തി. അവിടെ വലിയ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ട് കടന്നു പോകുന്ന വഴിയിൽ തിമായിയുടെ മകനായ ബർത്തിമായി യേശുവിനെ എതിരേറ്റു. തിമായിയുടെ മകനായ ബർത്തിമായി യേശുവിനെ എതിരേറ്റിട്ട് യേശുവിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന ഒരു നിലവിളിയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ നിലവിളിച്ചത്, അവൻ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടവനായിരുന്നു. അവൻ ഭിക്ഷയെടുക്കുന്നവനായിരുന്നു. ആ വഴിയെ പോകുന്ന, യെരിഹോവിൻ്റെ വഴിയിൽ നിർവിധി കൂടെ കടന്നു പോകുന്നവരുടെ മുമ്പിൽ കൈനീട്ടി ഭിക്ഷയാചിച്ച് ജീവിച്ചു വരുന്ന വരവിലാണ് യേശുവിനെ പറ്റി ഈ ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ അറിഞ്ഞത്. 2 കണ്ണിനും കാഴ്ചയില്ലെങ്കിലും അവൻ കേൾവി കൊണ്ട് തിരിച്ചറിഞ്ഞു യേശു സൗഖ്യദായകനാണെന്ന്, ദാവീദ് പുത്രനാണെന്ന്, ദൈവപുത്രനാണെന്ന്, മനുഷ്യത്തിൽ വേഷം എടുത്തു വന്നവനാണെന്ന് ഈ കുരുടനായ വ്യക്തിക്ക് യേശുവിനെ പറ്റി അറിവ് കിട്ടി. അവൻ കേട്ട് കാണും യേശു രോഗികളെ സൗഖ്യമാക്കിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്, പക്ഷവാതക്കാരനെ എഴുന്നേൽപ്പിച്ചത്, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത്, കേൾവിയില്ലാത്തവർക്ക് കേൾവി കൊടുത്തത്, കുരുടന്മാരെ കാഴ്ച കൊടുത്തത് അവൻ കേട്ട് കാണും. അതുകൊണ്ടാണ് അവൻ യേശു ആകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ശബ്ദമുയർത്തി നിലവിളിച്ചത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: നസ്രേനായ യേശു എന്ന് കേട്ടിട്ട്. നസ്രേനായ യേശുവാണ് ആ വഴിയെ പോകുന്നത്. വലിയൊരു പുരുഷാരം അവിടെ ഉണ്ടാകുന്നു എന്ന് അവൻ അറിഞ്ഞിട്ട്, എന്താണ് ഈ ആരവാരം, ഈ ബഹളം എന്ന് ഈ ബർത്തിമായി അടുത്തിരിക്കുന്ന വ്യക്തികളോടൊക്കെ ചോദിച്ചു കാണും. അപ്പോൾ ഒരാൾ പറഞ്ഞു, യേശുവാണ് ആ വഴി എന്ത് ചെയ്യുന്നത് വരുന്നത്. യേശുവാകുന്നു എന്ന് അറിഞ്ഞ ഈ മനുഷ്യൻ അവൻ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ച ആ ശബ്ദമാണ് 47-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഇങ്ങനെയാണ് ശബ്ദം പുറപ്പെട്ടത്: ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. യേശു ദാവീദ് പുത്രനാണെന്ന് ഈ മനുഷ്യന് മനസ്സിലായി. കരുണ തോന്നുന്നവനാണെന്നും ഈ മനുഷ്യന് മനസ്സിലായി. അപ്പോൾ നിലവിളി കേട്ടപ്പോൾ തൊട്ടടുത്തിരുന്ന ആളുകളെല്ലാം പറഞ്ഞു, മിണ്ടാതിരിക്കുക.
ഗുരുവിനെ അസഹ്യപ്പെടുത്തുക, അവൻ ആ വഴിക്ക് പോകട്ടെ. പക്ഷേ ഭർത്യമായി അവൻ്റെ നിലവിളി എന്ത് ചെയ്തില്ല? നിർത്തിയില്ല, നീട്ടി വിളിച്ചു. അവൻ ശബ്ദമുയർത്തി വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. നിലവിളിച്ച് കരഞ്ഞു. 48 വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ഇന്ന് രാവിലെ ഏറ്റവും അധികം നിലവിളിക്കുന്നവരുണ്ടോ? കരയുന്നവരുണ്ടോ? മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ജീവിതത്തിലെ ചില വഴിമുട്ടിയ വിഷയങ്ങളെ ഓർത്ത് കരയുന്നവരുണ്ടോ? ഏറ്റവും അധികം കരയുന്നവരുണ്ടോ? ഇന്ന് രാവിലെ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വിടുതൽ തരാൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ എൻ്റെ യേശു അപ്പ മതിയായവനാണ്. ഒരു ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പുതപ്പ് മൂടിക്കൊണ്ട്, വടിയും പിടിച്ചുകൊണ്ട്, പിച്ചപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട്, വല്ലം കിട്ടണേ, വല്ലം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന മനുഷ്യനെ യേശു കണ്ടപ്പോൾ മനസ്സലിഞ്ഞത് അവൻ്റെ നിലവിളിയുടെ മുമ്പിലാണ്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം, നിങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ നിലവിളിക്കുക, മനുഷ്യൻ്റെ മുമ്പിൽ നിലവിളിക്കരുത്. മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ കരയരുത്. നിങ്ങളുടെ വേദനകളൊന്നും മനുഷ്യനോട് എന്ത് ചെയ്യല്ല, തുറന്നു പറയരുത്. ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയണം. ദൈവസന്നിധിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, എൻ്റെ തലമുറയെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ മറുപടി ഉണ്ട്. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നിലവിളിച്ച് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ നിലവിളിച്ച ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും. കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചവരെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ദൈവസന്നിധി കരഞ്ഞ ഇയ്യോബ് എന്ന് പറയുന്നൊരു മനുഷ്യൻ. തൻ്റെ ജീവിതത്തിൽ സകലം നഷ്ടപ്പെട്ടപ്പോൾ അവൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി. ഇവിടെ ഭർത്യമായി നിലവിളിക്കുകയാണ്, കരയുകയാണ്, എന്നോട് മനസ്സലിയണമേ. യേശു അത് കേട്ടിട്ട് അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരോ ആരെങ്കിലും പോയി അവിടെ വിളിച്ചിട്ട് ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അടുത്ത വാക്യം 50 വാക്യത്തിൽ കാണുകയാണ്, പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ ചെന്നു. പുതപ്പിട്ട് കളഞ്ഞിട്ട്. എന്താണ് പുതപ്പ്? ഈ വേദപുസ്തകത്തിൽ 2 തരത്തിലുള്ള നിലവിളിയെക്കുറിച്ച് ഞാൻ കാണാനിടയായി. ഒന്നാമത്തെ നിലവിളി മാനസാന്തരത്തിൽ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി നിലവിളിച്ചവർ. രണ്ടാമത്തെ നിലവിളി അവസ്ഥകൾക്ക് അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് മാറ്റം കിട്ടാൻ വേണ്ടി നിലവിളിച്ചവർ. 2 നിലവിളിയാണ്. ബാക്കി ധാരാളം നിലവിളികളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വേദപുസ്തകത്തിൽ. ശത്രുക്കൾ വന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിലവിളിച്ചവരുണ്ട്. മക്കളെ കൊല്ലുന്ന സാഹചര്യത്തിൽ കൊല്ലരുത് എന്ന് പറഞ്ഞ് നിലവിളിച്ചവരുണ്ട്. തലമുറയ്ക്ക് വേണ്ടി നിലവിളിച്ചവരുണ്ട്. ഇങ്ങനെ ഒട്ടനവധി നിലവിളികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 2 നിലവിളികൾ. ഒന്നാമത്തെ നിലവിളിയാണ് മാനസാന്തരത്തിന് വേണ്ടിയുള്ള നിലവിളി. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം പറയുക, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ തിരിവീൻ. ഇപ്പോഴെങ്കിലും യോവേൽ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഇപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോയ ഒരു കൂട്ടം ജനത്തെയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കാതെ മറ്റു പലർക്കും മഹത്വം കൊടുത്ത് ബാൽവിഗ്രഹങ്ങൾക്കും അക്ഷരാപ്രതിഷ്ഠകൾക്കും അവരുടെ യാഗങ്ങളെ സമർപ്പിച്ച് വഴിതെറ്റിപ്പോയ ഒരു കൂട്ടം ജനത്തെ കണ്ടിട്ട് യോവേൽ പ്രവാചകൻ പറയുകയാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും
കരച്ചിലോടും വിലാപത്തോടും കൂടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ, വിലാപത്തോടുകൂടെ, കരച്ചിലോടുകൂടെ, ഉപവാസത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? തിരിയണം. എങ്കലേക്ക് തിരിയണം. യഹോവയായ ദൈവം പറയുക, എങ്കലേക്ക് തിരിയണം. എന്നിട്ട് അടുത്ത ഭാഗം പറയുകയാണ്, വസ്ത്രങ്ങളെ അല്ല എന്ന് പറഞ്ഞാൽ ഭാഗ്യഭാഗങ്ങളിൽ കാണുന്ന ഒരു മാനസാന്തരമല്ല, ഹൃദയത്തിനകത്തൊരു രൂപാന്തരം വരണമെന്ന്, ഹൃദയത്തിനകത്ത് ഒരു മാറ്റം വരണമെന്ന്, ഹൃദയത്തിനകത്ത് ചില ഒരുക്കങ്ങൾ ഉണ്ടാകണമെന്ന്. അപ്പം ഹൃദയത്തിനകത്ത് ഒരു പരിവർത്തനം ഉണ്ടാകണമെന്ന്. പുറത്ത് കാണിക്കുന്ന കയ്യടിയോ പുറത്ത് കാണുന്ന പാട്ടോ പ്രാർത്ഥനയോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാ പറയുന്നത്, വസ്ത്രങ്ങളെ അല്ല നിങ്ങൾ കീറേണ്ടത്, പകരം നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധി കൊടുക്കണം. കീറേണ്ടത് ഹൃദയത്തെ കീറണം, ഹൃദയത്തെ കീറി മുറിക്കണം, സർജറി ചെയ്യണം, അഴുക്കുകളൊക്കെ എടുത്ത് കളയണം, കറകളൊക്കെ കഴുകി കളയണം. ദൈവത്തിന് നിരക്കാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വാക്കുകൾ, പ്രവർത്തികൾ എല്ലാം കളഞ്ഞിട്ട് അകത്തൊരു ശുദ്ധീകരണം ഉണ്ടായി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? കരയണം. നമ്മൾ ഇന്ന് വസ്ത്രങ്ങളെ കീറുന്നത് പോലെ നമ്മുടെ ഭാഗ്യഭാഗങ്ങളെ കീറി വിശുദ്ധി കാണിക്കാനും ഭക്തി കാണിക്കാനും നമ്മൾ നെട്ടോട്ട് ഓടുകയാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, അതൊന്നും കണ്ട് ദൈവം നിനക്ക് മറുപടി തരത്തില്ല. അതൊന്നും കണ്ട് ദൈവം നിൻ്റെ കുടുംബത്തെ വിടുവിക്കത്തില്ല. നിൻ്റെ തലമുറയ്ക്ക് വിടുതലുണ്ടാകണമെങ്കിൽ, നിൻ്റെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, നീ പൂർണ്ണ ഹൃദയത്തോടെ, ഉപവാസത്തോടെ, കരച്ചിലോടെ, വിലാപത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് വരണം. അപ്പം മാനസാന്തരത്തിന് വേണ്ടിയുള്ള ഒരു നിലവിളിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ കാണുന്ന കരച്ചിൽ എന്താണ്? പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: കോഴി കൂകുമ്പ് നീ 3 വട്ടം എന്നെ തള്ളി പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. ഇവിടെ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം പൂർണ്ണമാകണം, കരച്ചിൽ പൂർണ്ണമാകണം, വിലാപം പൂർണ്ണമാകണം. എന്നിട്ട് നിങ്ങൾ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ദൈവസന്നിധി വരണം. അങ്ങനെ വന്നാൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ട് എന്ന് പഴയ നിയമത്തിൽ കൂടെ പറഞ്ഞെങ്കിൽ, പുതിയ നിയമത്തിൽ ഒരു മനുഷ്യനോട് പറയുകയാണ്. യേശു പറഞ്ഞു, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം എന്ത് ചെയ്യും? തള്ളിപ്പറയും. യേശു അകത്ത് വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ പുറത്തു നിന്നതായ പത്രോസ്, അവൻ കോഴി കൂവുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ, ഒരു പട്ടാളക്കാരൻ്റെ മുമ്പിൽ, ഒരു കാവൽക്കാരൻ്റെ മുമ്പിൽ 3 വട്ടം എന്ത് ചെയ്തു? യേശുവിനെ അറിയുന്നില്ല എന്ന് അവൻ തള്ളിപ്പറഞ്ഞു. ഒരു പെൺകുട്ടി പറഞ്ഞു, ഇവനും ആ കൂട്ടത്തിലുള്ളവനല്ലേ എന്ന് പറഞ്ഞപ്പോൾ, യേശു ആരാ? എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, ആ കൂട്ടത്തിൽ ഉള്ള ആളല്ല എന്ന് പറഞ്ഞ് യേശുവിനെ അറിയുന്നില്ല എന്ന് 3 വട്ടം എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. എന്നാൽ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് നോക്കിയപ്പോഴെന്താ സംഭവിച്ചത്? അവൻ്റെ ഹൃദയം പിടയാൻ തുടങ്ങി. അപ്പോഴാണ് പറഞ്ഞ, കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. അപ്പോൾ പത്രോസ് ഓർത്തു, യേശു എന്നോട് പറഞ്ഞതാണല്ലോ, കോഴി കൂവുന്നതിന് മുമ്പ് ഞാൻ തള്ളിപ്പറയും, എൻ്റെ അരുമനാഥനെ തള്ളിപ്പറയുമെന്ന്, എൻ്റെ കർത്താവിനെ ഞാൻ തള്ളുമെന്ന് പറഞ്ഞതാണല്ലോ. കോഴി കൂവിയപ്പോൾ അവൻ ആ ഓർമ്മ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അനുതാപത്തോടുകൂടെ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഓർത്ത് അതിദുഃഖത്തോടെ കരഞ്ഞു. അപ്പോൾ പൂർണ്ണ വിലാപത്തോടും പൂർണ്ണ കരച്ചിലോടും കൂടെ മടങ്ങി വരണമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ട് ഇവിടെ പുതിയ നിയമത്തിൽ പറയാം അതിദുഃഖത്തോടെ കരഞ്ഞു. അപ്പോൾ പൂർണ്ണ കരച്ചിൽ, അതിദുഃഖത്തോടുള്ള കരച്ചിൽ. പത്രോസ് അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ, യേശുവിനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അതിദുഃഖത്തോടെ യേശുവിനെ തള്ളിപ്പറഞ്ഞ വിഷയത്തിൽ പത്രോസ് കരയുന്നതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ മാനസാന്തരത്തിനായുള്ള നിലവിളിയെക്കുറിച്ച് നമുക്കവിടെ കാണാം. പത്രോസ് മാനസാന്തരപ്പെട്ടു.
ആ കരച്ചിലിൻ്റെ മുമ്പിൽ അതിദുഃഖത്തോടെ കരഞ്ഞപ്പോൾ പത്രോസിന് മാനസാന്തരം വന്നു. യേശുവിനെ കൊടുക്കുമെന്ന് യേശു എന്നോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അറിവുണ്ടായി, തിരിച്ചറിവുണ്ടായി, അനുദപിച്ചു. പഴയ നിയമത്തിൽ പറഞ്ഞ മാനസാന്തരത്തെക്കുറിച്ചുള്ള നിലവിളി, നിങ്ങൾ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ അത്ര നിങ്ങൾ കീറി മുറിച്ച് കരയുവീൻ. നിങ്ങളുടെ കണ്ണുനീര് പൂർണ്ണമാകട്ടെ, നിങ്ങളുടെ വിലാപം പൂർണ്ണമാകട്ടെ, പൂർണ്ണ ഹൃദയത്തോടു കൂടെ നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ വേദപുസ്തകത്തിനകത്ത് മാനസാന്തരത്തിനായി കരഞ്ഞ 2 അതിദുഃഖത്തോടുള്ള കരച്ചിൽ, ഒന്ന് പൂർണ്ണ കരച്ചിൽ, 2 അതിദുഃഖത്തോടുള്ള കരച്ചിൽ. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന കരച്ചിൽ മാനസാന്തരത്തിന് വേണ്ടിയുള്ള കരച്ചിലല്ല. ഈ മർക്കോസിൻ്റെ സുവിശേഷം 10-47 വാക്യത്തിൽ മാനസാന്തരത്തിന് വേണ്ടിയുള്ള കരച്ചിലല്ല. ഇവിടെ ഉള്ള കരച്ചിൽ എന്താണ്? സഹായത്തിനായുള്ള കരച്ചിലാണ്. സഹായിക്കണമേ, കാഴ്ച തരണമേ, എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ഭർത്തിമായി. പക്ഷെ യേശു അവനെ വിളിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ അനുഗ്രഹം, വർഷങ്ങൾ അവൻ പുതച്ചുകൊണ്ടിരുന്ന പുതപ്പ് താഴെ ഇട്ടു എന്നുള്ളതാണ്. വർഷങ്ങൾ അവനെ പുതപ്പിച്ച പുതപ്പ്, അവനെ ആ കിടക്കയിൽ അങ്ങനെ കിടത്തിയ പുതപ്പ്, അവനെ ആ ഇരിപ്പിൽ അങ്ങനെ ഇരുത്തിയ പുതപ്പ്, അവനെ കാഴ്ചയില്ലാത്തവനാക്കി മാറ്റിയ പുതപ്പ്. ഈ പുതപ്പ് അവൻ വലിച്ചെറിഞ്ഞപ്പോഴാണ് യേശു അവനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം എന്നുള്ളത്. ചില പുതപ്പ് നമുക്ക് തടസ്സമാണ്. ചില പുതപ്പ് നമ്മുടെ നന്മയ്ക്ക് തടസ്സമാണ്. ചില പുതപ്പ് നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമാണ്. ചില പുതപ്പ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് തടസ്സമാണ്. ചില പുതപ്പുകൾ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ തടസ്സമായി നിൽക്കും. ഇവിടെ യേശു കർത്താവ് വിളിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ ആദ്യം ചെയ്തത് ഓടി അങ്ങ് ചെല്ലുകയല്ല. വർഷങ്ങളായി അവൻ പുതച്ചിരുന്ന പുതപ്പ് താഴെ ഇട്ടു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരെ യേശു വിളിക്കുന്നു. യേശു വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. അതിപ്പോൾ സംഭവിക്കും. പക്ഷേ ചിലതിനെ നമ്മൾ എറിഞ്ഞു കളയേണ്ടതിനെ എറിഞ്ഞു കളഞ്ഞിട്ട്, വലിച്ചു നീക്കേണ്ടതിനെ നീക്കിക്കളഞ്ഞ്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചിട്ട് വേണം ദൈവപാദപീഠത്തിൽ വന്ന് യേശുവിനോട് യാചിക്കാൻ, യേശുവിനോട് നിലവിളിക്കാൻ. ഇവിടെ പുതപ്പ് ഇട്ട് അതിനുശേഷം ചാടി എഴുന്നേറ്റു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വലിച്ചെറിയേണ്ട ഒരു പുതപ്പിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിടുതൽ വേണ്ടേ? കണ്ണുനീരിന് മറുപടി വേണ്ടേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? യേശു നമ്മൾ പ്രതീക്ഷിക്കുന്ന വിഷയത്തിന് പരിഹാരം തരണമെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഉപേക്ഷിക്കണം, നമ്മളത് കളയണം. പലപ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാര്യം ചിലതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ്. അബ്രഹാമിനെ നിങ്ങൾ നോക്കൂ. കൂടാരത്തിൽ യഹോവയായ ദൈവം ചെന്നിറങ്ങി പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് അയക്കാമെന്ന്. അപ്പോൾ യഹോവയായ ദൈവം എന്താ പറഞ്ഞത്? നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടണം. അപ്പം ചിലതിനെ നമ്മൾ എന്ത് ചെയ്യണം? വിടണം. ചിലതിനെ നമ്മൾ വിട്ടിട്ട് വേണം പുറപ്പെടാൻ. പഴയതുമായിട്ട് നമ്മൾ പോയാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഉറപ്പിച്ചതുപോലെ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ ഉപ്പുതൂണായിട്ട് മാറും. ലോത്തിൻ്റെ ഭാര്യയെയും ലോത്തിനെയും കുഞ്ഞുങ്ങളെയും കൂടെ ദൂതൻ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞ് അവിടെ വീട്ടിലേക്ക്, അവിടെ സ്ഥലത്തേക്ക്, അവിടെ ആ ദേശത്തേക്ക് അവൾ നോക്കി. അവൾ അവിടെ ഉപ്പുതൂണായി മാറി. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മ പറയുക, നിൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പൂർണ്ണമാകണമെങ്കിൽ, നിൻ്റെ തലമുറയിൽ ഒരു അനുഗ്രഹം പൂർണ്ണമാകണമെങ്കിൽ, നിൻ്റെ ജോലി മേഖലയിൽ ഒരു വിശാലത ഉണ്ടാകണമെങ്കിൽ, നിൻ്റെ കൊച്ചുങ്ങൾക്കൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ, ചിലതിനെ നീ ഉപേക്ഷിക്കാൻ നീ തയ്യാറാകണം. ചിലതിനെ നീ കളയാൻ തയ്യാറാകണം. ഈ വക കാര്യങ്ങൾ കളയാതെ, ഉപേക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലില്ല പ്രിയരെ. ഞാൻ ഇന്ന് രാവിലെ സ്നേഹത്തോടെ ഒരു ദൈവദാസന നിലയിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കട്ടെ. നമ്മൾ ചിലത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. നമ്മൾ ഊരിക്കളയേണ്ട ചിലതുണ്ട്, വലിച്ചെറിയേണ്ട ചിലതുണ്ട്. ഇവിടെ ഭർത്തിമായി തൻ്റെ പുതപ്പ് കളഞ്ഞിട്ട് യേശുവിനടുക്ക ചെന്നതുപോലെ നാമും ചിലത് കളഞ്ഞിട്ട് ദൈവസന്നിധി ചെല്ലണം. നോക്ക്, എന്താണ് നമ്മൾ കളയേണ്ട പുതപ്പ്?
എന്താണ് നമ്മൾ വലിച്ചെറിയേണ്ട പുതപ്പ്? എഫേസ്യ ലേഖനത്തിലേക്ക് നിങ്ങൾ വാ, 4-ാം അധ്യായത്തിലേക്ക് 25 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. 25, 26, 29, 31 വാക്യം. എന്താണ് നമ്മൾ കളയേണ്ട പുതപ്പ്? അവിടെ വ്യക്തതയോടുകൂടെ എഴുതിയിട്ടുണ്ട്. ബൈബിൾ തുറന്ന പാരഗ്രാഫ് നിങ്ങൾ നോക്കൂ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ആകയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച്. ഒന്നാമത്തെ പുതപ്പ് ഫോഷ്ക് ഉപേക്ഷിക്കുക, കള്ളം ഉപേക്ഷിക്കുക. ഫോഷ്ക് പറയുന്നത്, തെറ്റായി സംസാരിക്കുന്നത് ഉപേക്ഷിക്കുക. ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരൻ്റെ സത്യം സംസാരിക്കണം. കള്ളം പറയരുത്. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിൻ്റെ കുടുംബത്തിനൊരു വിടുതൽ വേണമെങ്കിൽ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്, ഫോഷ്ക് പറയരുത്, സത്യം സംസാരിക്കണം. ഇനി 26-ാമത്തെ വാക്യത്തിലേക്ക് നോക്കൂ. അവിടെ ഒരു പുതപ്പ് കിടപ്പുണ്ട്. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപം ഒരു പുതപ്പാണ്. വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയോട് പറയുക, നിങ്ങൾ കോപിച്ചാൽ, മനുഷ്യനാ കോപിച്ചു പോകും, പക്ഷേ കോപിച്ചാൽ നിങ്ങൾ ആ കോപം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. പാപം ചെയ്യാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയാമോ? നിങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിന് ക്രമീകരണം പ്രാപിക്കണം. ഭാര്യയോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സന്ധ്യയാകുന്നതിന് മുമ്പ് ക്ഷമ ചോദിക്കണം. ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സന്ധ്യയാകുന്നതിന് മുമ്പ് ക്ഷമ ചോദിക്കണം. കൂട്ടുകാരനോടും കൂട്ടുവിശ്വാസിയോടും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സന്ധ്യയാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ക്ഷമ ചോദിക്കണം. കോപിക്കരുത്. കോപം വരാം, പക്ഷെ പാപം ചെയ്യരുത്. അഥവാ കോപിച്ചാൽ സന്ധ്യയാകുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞ് ക്രമീകരിക്കണം. അല്ലെങ്കിൽ കോപമെന്ന പുതപ്പ് നിന്നെ മൂടിയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പുതപ്പ് എന്താണ്? കള്ളം പറയുന്ന പുതപ്പ്, ഫോഷ്ക് പറയുന്ന പുതപ്പ്. അത് കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സത്യം സംസാരിക്കണം. ഇവിടെ രണ്ടാമത്തെ പുതപ്പാണ് കോപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്ത്. കോപമെന്ന പുതപ്പ്. ഇനി 29-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കൂ. എഫേസ്യർ 4:29. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധവനായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. കേൾക്കുന്നവർക്ക് ആത്മീയ വർധനവുണ്ടാകണം. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ അവരെ മുഷിപ്പിക്കുന്ന, അവർക്ക് ദേഷ്യം വരുന്ന, അവരെ കരയിപ്പിക്കുന്ന, അവരെ ടയർഡാക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരരുത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് എങ്ങനെയുള്ളതായിരിക്കണം? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മീക വർധനവിനായി നല്ല വാക്കല്ലാതെ ആകാത്ത വാക്കായ പുതപ്പ് പുതയ്ക്കരുത്. ആകാത്ത വാക്ക് ചിലരെ കണ്ടിട്ടില്ലേ? വാ തുറന്നാൽ ആകാത്ത വാക്കേ പറയും, നെഗറ്റീവേ പറയും, പോസിറ്റീവ് പറയത്തില്ല. നീ മരിച്ചു പോകും, നീ ഗതി പിടിക്കില്ല, നീ നന്നാകത്തില്ല. ചിലപ്പോൾ മക്കളെ നോക്കി പറയും, ഭാര്യയെ നോക്കി പറയും, സഭക്കാരെ നോക്കി പറയും, ദൈവദാസന്മാരെ നോക്കി പറയും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൾ ആത്മീക വർധനവ് വരുത്തുന്നില്ല എന്നുള്ളതാണെങ്കിൽ അതൊരു പുതപ്പാണ്. ആത്മീക വർധനവ് വരുത്താത്ത വാക്കുകൾ എന്താണ്? ഒരു പുതപ്പാണ്. ആ പുതപ്പ് വലിച്ചെറിഞ്ഞ് കളയണം. 31-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കൂ. എഫേസ്യർ 4:31. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരോപവും ദൂഷണവും സകല ദുർഗുണവുമായ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞ് പോകട്ടെ. കോപം ഒരു പുതപ്പാണ്, ക്രോധം ഒരു പുതപ്പാണ്, കുറ്റാരവ് ഒരു പുതപ്പാണ്, ദൂഷണം ഒരു പുതപ്പാണ്, സകല ദുർഗുണങ്ങളും ഒരു പുതപ്പാണ്. ഈ പുതപ്പുകൾ കളയാതെ യേശുവിൻ്റെ അടുക്കൽ നീ എന്ത് ചെയ്യരുത്? വരരുത്. അപ്പോൾ ഭർത്യമായി യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം ചെയ്തത് തന്നെ വർഷങ്ങളായി മൂടിവെച്ച പുതപ്പ് താൻ ഉപേക്ഷിച്ചു. ആ പുതപ്പ് കളഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ 51-ാമത്തെ വാക്യം, മർക്കോസ് 10:51, യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശു ചോദിക്കാൻ ചോദ്യമാണ്. ഭർത്തിമായി പറയുക, റബി, എനിക്ക് കാഴ്ച കിട്ടണം. നിങ്ങൾ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് വിധിക്കൂ, നിങ്ങളെ തന്നെ നോക്കൂ. കൂട്ടുകാരനെ വിധിക്കല്ല്, ഭാര്യയെ വിധിക്കല്ല്, ഭർത്താവിനെ വിധിക്കല്ല്,
വിശ്വാസിയെ വിധിക്കില്ല, നാം നമ്മെ തന്നെ ഒന്ന് വിധിക്കൂ. ഏതെങ്കിലും പുതപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ തടസ്സമായി, ദൈവശബ്ദം കേൾക്കുവാൻ തടസ്സമായി നമ്മളിൽ കിടപ്പുണ്ടോ എന്ന് ഒന്ന് സ്വയപരിശോധന നടത്തൂ. ഓഷ്ക് പറയുന്ന, കള്ളം പറയുന്ന പുതപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എടുത്തു കളയാൻ തയ്യാറാകൂ. ആവാത്ത വാക്കുകൾ പറയുന്ന പുതപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എടുത്തു കളയാൻ തയ്യാറാകൂ. ദൈവസന്നിധിയിൽ നമുക്ക് ദൈവവുമായിട്ട് അടുക്കുവാൻ കഴിയാതെ ദൈവത്തിൽ നമ്മളെ അകറ്റിക്കളയുന്ന പുതപ്പുകൾ വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാകൂ. ഭർത്തിമായി പുതപ്പ് വലിച്ചെറിഞ്ഞപ്പോൾ ദൈവശബ്ദം കേട്ടു. അതാണ് ദൈവശബ്ദം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. ഇന്ന് നിങ്ങൾ കരയുന്ന പല വിഷയങ്ങളില്ലേ, നിലവിളിക്കുന്ന പല വിഷയങ്ങളില്ലേ, അതിൻ്റെ മുമ്പിൽ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? എത്ര നാളായി രക്ഷിക്കപ്പെട്ടിട്ട്, എത്ര നാളായി സ്നാനപ്പെട്ടിട്ട്, എത്ര നാളായി അഭിഷേകം പ്രാപിച്ചിട്ട് ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളോട് തന്നെ നോക്കിക്കുക, ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? ദൈവദാസന്മാർ പറയുന്ന പ്രസംഗമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളോട് നേരിട്ട് ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്ന നിങ്ങളുടെ കാതുകളിൽ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഏതോ ഒരു പുതപ്പ് നിങ്ങളെ പിടിച്ചിട്ടുണ്ട്. ഭർത്യമായ ആ പുതപ്പ് കളഞ്ഞപ്പോഴാണ്, പുതപ്പ് വലിച്ചെറിഞ്ഞപ്പോഴാണ് യേശു ചോദിക്കുന്നത്, ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം. ഒരു ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ഭർത്തിമായുടെ ആവശ്യം കാഴ്ച പ്രാപിക്കുകയായിരുന്നു. ഭർത്തിമായി പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. അങ്ങനെയെങ്കിൽ ഗ്രേസ് ടിവിയുടെ രാവിലത്തെ പ്രഭാത സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ ആവശ്യം എന്താണ്? ഭർത്തിമായുടെ ആവശ്യം കാഴ്ച കിട്ടുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യം എന്താണ്? ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങളുടെ ലൈഫിനകത്തെ, നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ, നിങ്ങളുടെ ജോലി മണ്ഡലങ്ങളിൽ, നിങ്ങളുടെ തലമുറയിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം? ദൈവം നിങ്ങളോട് ചോദിക്കുന്നു. പക്ഷെ അത് കേൾക്കണമെങ്കിൽ ചിലത് വലിച്ചെറിഞ്ഞിട്ട് ദൈവസന്നിധി മുട്ടുകുത്തണം. അബ്രഹാം തനിക്കുള്ളതിനെ മാറ്റി നിർത്തിയിട്ട് ദൈവസന്നിധി മുട്ടുകുത്തിയപ്പോൾ മരുഭൂമിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാൻ കഴിയാതെ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ മരുഭൂമിയിൽ ദൈവം മാനിച്ചു. ആടുമാടുകളെയും ദാസിദാസന്മാരെയും മല്ലന്മാരെയും കൊടുത്തു. അഭ്യാസികളെ ദൈവം കൊടുത്തു. ഇസഹാക്കിനെ കൊടുത്തു. ദൈവം അവനെ മാനിച്ചു. വിശ്വാസിയുടെ പിതാവാക്കി മാറ്റി. വിഗ്രഹമുണ്ടാക്കി കണ്ണെഴുതി പൊട്ടുതൊട്ട് അതിന് പാല് കൊടുത്ത് അതിനെ കൈക്കും കാലിനും പെയിന്റ് അടിച്ച് നടന്ന ഒരു വീടിനകത്തു നിന്ന് ജീവനുള്ള ദൈവത്തെ കണ്ടറിയുവാനായി അബ്രഹാമിന് ഭാഗ്യം കിട്ടിയപ്പോൾ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടെറിഞ്ഞിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയും. ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ച് അബ്രഹാമിനെ മരുഭൂമിയിൽ മാനിച്ചെങ്കിൽ നിങ്ങളെയും ദൈവം മാനിക്കും. നിങ്ങളുടെ കുടുംബത്തെ ദൈവം മാനിക്കും. നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. നിങ്ങൾ കരയുന്ന കണ്ണുനീരിന് ദൈവം വിടുതൽ നൽകും. യേശുവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ചിലതിനെ വലിച്ചെറിഞ്ഞ് ദൈവസന്നിധി മുട്ടുകുത്ത് പ്രാർത്ഥിക്ക്. ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഈ ദൂത് നിങ്ങൾ മറക്കരുത്. പലപ്പോഴും നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ പോയത്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ കഴിയാതെ പോയത്, നമ്മൾ ദൈവസന്നിധി ചിലതിനെ വലിച്ചെറിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കതും വേണം ഇതും വേണം. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കഷത്തിലിരിക്കുന്നത് പോകുകയും ചെയ്യരുത്. ഒരു പഴഞ്ചൊല്ലില്ലേ? എന്ന് പറഞ്ഞാൽ ഈ ലോകമായ ലോകമൊക്കെ വേണം, എന്നാൽ അനുഗ്രഹവും വേണം. നടക്കത്തില്ല. ഈ ലോകത്തോട് നീ വിട പറയണം. ദൈവസന്നിധി മുട്ടുകുത്തണം. പാപത്തോട് നീ വിട പറയണം. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം. മദ്യപിക്കരുത്, പുകവലിക്കരുത്. ഒരുപക്ഷെ നീ മദ്യപിക്കുന്നതായിരിക്കും. മദ്യം നീ കൊടുക്കരുത്. മദ്യം നീ ആർക്കും വിൽക്കരുത്. നോക്ക്, ദൈവം നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെങ്കിൽ ചിലതിനെ നീ ഉപേക്ഷിക്കണം, ചിലതിനെ നീ കളയണം. വിശ്വസിക്ക്, സ്തോത്രം ചെയ്യുക. പട്ടാളത്തിൽ വിരമിച്ച ഒരു അച്ചായൻ്റെ വീടിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത്, അച്ചായൻ മദ്യപിക്കത്തില്ല. അച്ചായൻ എന്ത് ചെയ്യത്തില്ല? മദ്യപിക്കത്തില്ല. അച്ചായൻ പള്ളിയിൽ പോകുന്ന ആളാണ്. അച്ചായൻ ആരാധിക്കുന്ന ആളാണ്. പക്ഷേ എല്ലാ മാസവും കിട്ടുന്ന കോട്ട കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അത് ഇരട്ടി വിലയ്ക്ക് അച്ചായൻ എല്ലാ മാസവും വിറ്റിട്ടാ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞെ, വിട്ട് കളയണം. നിൻ്റെ തലമുറയ്ക്ക് ഗതി പിടിക്കണമെങ്കിൽ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ടാകണമെങ്കിൽ, നിൻ്റെ വീടിനകത്തൊരു ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ആ പുതപ്പുണ്ടല്ലോ എടുത്തു കളയണം. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. ദൈവാത്മാവിൽ ഞാൻ പറയാം, പുതപ്പ് വലിച്ചെറിയാൻ തയ്യാറാണെങ്കിൽ ദൈവശബ്ദം കേൾക്കും. ദൈവശബ്ദം കേട്ടാൽ നീ ഇന്നിരിക്കുന്ന അവസ്ഥയിൽ നീ ഇരിക്കത്തില്ല. നീ കുതിച്ച് ചാടി എഴുന്നേൽക്കും. ഇന്ന് നീ പരാശ്രയത്തോടെ ആയിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റിക്കിൻ്റെ ബലത്തോടെ ആയിരിക്കും നടക്കുന്നത്.
അല്ലെങ്കിൽ 4 ആൾ നിന്നെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടിരുത്തണമായിരിക്കും. പക്ഷെ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് വായിക്കുന്ന 52ാമത്തെ വാക്യമാണ്. മർക്കോസ് 10:52. ദൈവശബ്ദം കേട്ടപ്പോൾ നോക്ക്, 50ാമത്തെ വാക്യത്തിൽ അവൻ പുതപ്പ് വലിച്ചെറിഞ്ഞു. 51ാമത്തെ വാക്യത്തിൽ അവൻ ദൈവശബ്ദം കേട്ടു. ദൈവശബ്ദം കേട്ട 52ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ അവിടെ വായിക്കുകയാണ്, യേശു അവനോട് പോക, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എന്ത് ചെയ്തു? കാഴ്ച പ്രാപിച്ചു. ഉടനെ അവന് സൗഖ്യമായി, പെട്ടെന്ന് സൗഖ്യമായി. യേശുവിൻ്റെ സൗഖ്യം ഉടനെയാണ് കുഞ്ഞെ. കർത്താവിൻ്റെ വിടുതൽ ഉടനെയാണ്. 6 മാസം കഴിഞ്ഞല്ല, 10 വർഷം കഴിഞ്ഞല്ല, ഉടനെയാണ്. ഉടനെ നടക്കേണ്ട ചില വിടുതലുകൾ നിങ്ങളുടെ വീട്ടിൽ നടക്കേണ്ടതുണ്ട്. പക്ഷെ നടക്കാത്തതിൻ്റെ കാര്യം, ചില പുതപ്പ് നിങ്ങളെ മൂടിയിരിക്കുകയാണ്. ആ പുതപ്പെപ്പോൾ വലിച്ചെറിയുന്നു, അന്ന് നിൻ്റെ വീടിനകത്ത് ഉടനെ ഒരു മറുപടിയുണ്ട്. നിൻ്റെ തലമുറ ഉടനെ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ വീടിനകത്ത് ഉടനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നിൻ്റെ തലമുറയിൽ ഉടനെ ഒരു വഴി തുറക്കും. ആ പുതപ്പ് നീ വലിച്ചെറിയണം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വലിയ ദൂതിനായി സ്തോത്രം. ഈ മഹൽ വചനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭക്തിമായി അവൻ്റെ ആവശ്യമായി ദൈവസന്നിധി വന്നപ്പോൾ അവൻ വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിഞ്ഞു. പുതപ്പ് എറിഞ്ഞു കളഞ്ഞപ്പോൾ ദൈവശബ്ദം കേട്ട ഭർത്തിമായിയെ പോലെ ഞങ്ങളും ചിലത് വലിച്ചെറിഞ്ഞ് ദൈവശബ്ദം കേട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഉടനെ പ്രാപിക്കാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കണേ. ഒരു പക്ഷേ ഞങ്ങളുടെ വാക്കുകളായിരിക്കും പുതപ്പ്, തെറ്റായ വാക്കുകൾ. ഞങ്ങളുടെ നോട്ടമായിരിക്കും തെറ്റായ നോട്ടങ്ങൾ. അത് പുതപ്പാണെങ്കിൽ വലിച്ചെറിയാൻ, ഞങ്ങൾ കള്ളം പറഞ്ഞത്, ഫോഷ്ക്ക് പറഞ്ഞത്, ഞങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചത്, ഞങ്ങൾ മറ്റുള്ളവരെ പറ്റി തെറ്റായി സംസാരിച്ചത് ഞങ്ങളോട് ക്ഷമിക്കണമിപ്പാ. കർത്താവെ, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, അസൂയ, ഭിന്നത, ഇതെല്ലാം പുതപ്പാണ് ഞങ്ങളോട് പറഞ്ഞല്ലോ. അത് വിട്ടുകളഞ്ഞ് ഒരു ദൈവ പൈതലായി ജീവിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കണേപ്പാ. ഈ ജനത്തെ ഒരുക്കണേപ്പാ. ഈ ദൂത് അനേകർക്കൊരു മനംതിരിവാകണമേ, അനേകർക്കൊരു വഴിത്തിരിവാകണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, മാനിക്കും, വഴി ദൈവം തുറക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്.